ജീവിതത്തിൽ നമ്മളാരും റോങ് ഡെസിഷൻസ് എടുക്കുന്നില്ല. നമ്മൾ ഡെസിഷൻസ് എടുക്കുമ്പോൾ ആ മൊമെൻറ്റിൽ അത്രയും ആലോചിച്ചെടുക്കുന്ന ഒരു ഡെസിഷൻ നമുക്ക് റൈറ്റാണ്, വേറെ ആൾക്കാരുടെ കാര്യമല്ല. എടുക്കുന്ന ഡിസൈഡ് ചെയ്യുന്ന ആൾക്ക് അത് റൈറ്റാണ്. അയാളുടെ മനസാക്ഷിക്ക് റൈറ്റ് ആണെന്ന് തോന്നിയ കാര്യം അയാൾ ചെയ്തതിന് ശേഷം പിന്നീട് നമ്മളത് വാലിഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ, അതിൻ്റെ ഒരു റിസൾട്ട് വന്നതിന് ശേഷമോ പിന്നിലോട്ട് ചിന്തിക്കുമ്പോൾ, റിസൾട്ടിന് ശേഷം പിന്നിലേക്ക് ചിന്തിക്കുമ്പോൾ ഓക്കെ ദാറ്റ് വാസ് എ റൈറ്റ് ഡെസിഷൻ എന്നോ അല്ലെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ എ ബെറ്റർ ഡെസിഷൻ എന്നുള്ളത് നമ്മളൊരു പോയിന്റ്സിലേക്ക് വരും. ഞാൻ ഇതുവരെ എൻ്റെ ലൈഫിനെ പറ്റിയിട്ട് അങ്ങനെ ഒരു അനാലിസിസ് പുറകോട്ട് ചിന്തിച്ച് ഞാൻ എടുത്തിട്ടില്ല. സോ റിസൈൻ ചെയ്തതിന് ശേഷമാണ് എനിക്ക് അങ്ങനെ ഒരു ചാൻസ് കിട്ടിയത്. ഞാൻ ആലോചിച്ചു, വാട്ട് വാസ് ഐ മിസ്സിങ്? ഇത്ര നാൾ ജോലി ചെയ്യാനായിട്ടുള്ള എവറി ഡേ നമുക്ക് ജോബാണ്, സ്കൂൾ വെക്കേഷൻ പോലെ നമുക്കൊരു ബ്രേക്കൊന്നുമില്ല, നമുക്ക് ലീവ് എടുക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആരെങ്കിലും കല്യാണമോ വിശേഷ ദിവസങ്ങളോ ഒക്കെ വരുമ്പോൾ നമ്മൾ ലീവ് എടുക്കുന്നു, നാട്ടിൽ പോകുന്നു. അതിനപ്പുറത്തേക്ക് എൻ്റെ ലൈഫിൽ എനിക്ക് എന്ത് വേണം, അല്ലെങ്കിൽ ഇനി എനിക്ക് എന്തെങ്കിലും വേണോ എന്നുള്ളൊരു ചോദ്യം ചോദിക്കാൻ ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് മനസ്സിലായത്, ഐ വോണ്ട് ടു ബി ഹാപ്പി always, I want to be healthy always, and I want to be wealthy always. Being happy, healthy and wealthy, ഇത് മൂന്നും ഉണ്ടെങ്കിലേ നമുക്ക് ഒന്നിച്ചങ്ങ് പോകാൻ പറ്റത്തുള്ളൂ. സോ റെസിഗ്നേഷന് ശേഷം എനിക്കുണ്ടായൊരു ഇൻസൈറ്റ് എന്ന് പറയുന്നത് ഇതാണ്: വാട്ട് ഐ ഷുഡ് ഡു ടു കണ്ടിന്യൂ ആൻഡ് കൺസിസ്റ്റൻ്റ്ലി ബി ഹാപ്പി, ഹെൽത്തി ആൻഡ് വെൽത്തി. സോ ടു ബി ഹാപ്പി, ഞാൻ വിചാരിച്ചു സമയമില്ല എന്നും പറഞ്ഞ് നീക്കി വെച്ച പല കാര്യങ്ങളും ചെയ്തു തുടങ്ങുന്നതിൽ ഒന്ന് റിയലൈസേഷൻ വന്നതാണ്, വായന ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല, അത് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത്. സോ ഫസ്റ്റ് വായന, ഞാനത് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ കൺസിസ്റ്റൻ്റ് ഒന്നും ആയിട്ടില്ല, മേ ബി 1 page, ബട്ട് ഐ സ്റ്റാർട്ട് ഡൂയിങ് ഇറ്റ്. സെക്കൻഡ്ലി ഹെൽത്തി ആവാൻ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. എക്സസൈസിലേക്കൊന്ന് എത്താനായിട്ടുള്ളൊരു മനസ്സിനെ പറഞ്ഞ് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആൻഡ് ബീയിങ് വെൽത്തി, ഫിനാൻഷ്യലി നമ്മൾ എങ്ങനെ പ്ലാൻ ചെയ്യണം കാര്യങ്ങൾ എന്നുള്ളത് അതിന് വേണ്ടിയിട്ട് പഠിക്കാനായിട്ട് ഞാൻ ആരംഭിച്ചു. സോ ഇറ്റ്സ് യുവർ ടൈം ടു സ്റ്റാർട്ട് തിങ്കിങ്. ഡിഡ് യു മിസ് സംതിങ് ഇൻ യുവർ ലൈഫ്? ആർ യു മിസ്സിങ് ഇറ്റ്? സോ ജസ്റ്റ് തിങ്ക്, അനലൈസ് ആൻഡ് give your time.